ശബരിമലയിൽ തന്ത്രിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതിയാണ്. എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്ത് എവിടെയായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. മന്ത്രി പറഞ്ഞത് എനിക്ക് പറയാനുള്ള കാര്യം അവർ കേട്ടു എന്നാണ്. ഞങ്ങളെ ചോദ്യം മന്ത്രിയുടെ അഭിമുഖം രേഖപ്പെടുത്തുകയായിരുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അഭിമുഖമാണോ അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തിയത്? അതല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് എന്തടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഫലമെന്ത് എന്നറിയാൻ ശബരിമല വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ അവകാശമുണ്ട്. അത് വെളിപ്പെടുത്തണം. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു, പല പ്രമുഖരും ഇനിയും ഉന്നതരെ പിടികൂടേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, ഭരണസമിതിയുടെ, ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരുടെ നിർദ്ദേശാനുസരണമല്ലാതെ എങ്ങനെ അവിടെ നിന്ന് സ്വർണം കട്ടുകൊണ്ടു പോകാൻ സാധിക്കും? ആദ്യമൊന്നും ഉദ്ദേശ രൂപത്തിലുള്ള മോഷണമല്ല, വ്യാപകമായ അന്തർദേശീയ ബന്ധങ്ങളുള്ള മോഷണം. അതിലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം കണ്ടെടുക്കാനും വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വത്തെ പലരെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പുതിയ ആളുകളെ അന്വേഷണത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിലും ഗവൺമെൻറ് ഇടപെടലുണ്ടായി എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അന്വേഷണം കുറേ കൂടി ദ്രുതഗതിയിലാകണം. ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതികളെയും, പ്രതികളാക്കപ്പെടേണ്ട എല്ലാവരെയും പ്രതികളാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കണം. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കണം. എത്രയോ മാസമായി ഇതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെട്ട എത്രയോ തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാർ, മുൻ MLA പത്മകുമാർ ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസു ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോഴും CPM നേതൃത്വം സംരക്ഷിക്കുകയാണ്, ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. എത്രയോ തവണ അവരുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയത് മതിയായ കാരണങ്ങൾ സഹിതമാണ്. ഇത്രയും ദൈർഘ്യമേറിയ കാലത്ത് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു നടപടിയും, സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് വന്നാൽ മതി. ഒരു അച്ചടക്ക നടപടിയും പാർട്ടി തലത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്.